ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ രണ്ട് ആഘോഷങ്ങളാണ് ഒരുമിച്ച്. അന്ന് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായതുകൊണ്ടും അതുപോലെ തന്നെ സ്വർഗാരോഹണ തിരുനാളാണ് മാതാവിൻ്റെ. അപ്പോൾ എല്ലാവർക്കും രണ്ട് ആശംസകളും നേരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിന്നൂട്ടന് ഇന്ന് സ്കൂളിൽ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി റിബൺ വെള്ളയും ഓറഞ്ചും ഗ്രീനും എടുത്തിട്ട് തയ്ച്ച് ഇങ്ങനെ ഷോള് പോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ തയ്ക്കാനായിട്ട് തയ്ക്കുന്ന ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ വെച്ചത് തയ്ച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഉടുപ്പ് ഇത്തിരി ലൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ശരിയാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മിന്നും കൂടെ വീട്ടിൽ നിന്ന് നേരെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ശരിയാക്കാനായിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ വഴി നമുക്ക് ട്യൂഷന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ തയ്ക്കുന്ന ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകളും വർത്താനമൊക്കെ പറഞ്ഞ് നടക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. കാരണം വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തയ്ക്കുന്ന ചേച്ചിയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അത് തയ്ക്കേണ്ട വിധമൊക്കെ അവളിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവളുടെ ഫോണിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ ഇതെങ്ങനെയാണ് അതങ്ങനെയാണെന്നൊക്കെ ആ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പം എല്ലാം ഇങ്ങനെ പറന്നു പോവുക. എന്നാലും ഇതൊക്കെ എടുത്തൊക്കെ കൊടുത്ത ആൾ നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി തയ്ക്കുന്നത് നോക്കിയിരിക്കലായിരുന്നു പിന്നത്തെ പരിപാടി. പിന്നെ അവിടെയുള്ള സാധനങ്ങൾ ഓരോന്ന് നോക്കി എന്തൊക്കെയുണ്ട് അവിടെ കണ്ണാടിയിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഭംഗി ആസ്വദിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് തയ്ച്ച് കിട്ടുന്ന സമയം വരെ ചേച്ചിയുടെ അടുത്തും കുശലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഞാനിതിങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നേ, നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് മിഠായി കിട്ടും, അല്ലെങ്കിൽ കൊടി ഉയർത്തും, അങ്ങനെയൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യമൊന്നും അങ്ങനെ ഒരു സ്ഥലത്തും കണ്ടില്ല കേട്ടോ. മെയിൻ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലാതെ ഒരു സ്ഥലത്തും അങ്ങനെ കണ്ടില്ല. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിന് ഏതെങ്കിലും കടയിൽ നിന്ന് വരെ നമുക്ക് മിഠായി കിട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. സ്കൂളിൽ ഇങ്ങനെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പിള്ളേരുകൾ മാത്രം വന്നിട്ട് ആ ഒരു പ്രോഗ്രാം മാത്രമായിട്ട് അങ്ങനെ കാണുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മിന്നുൻ്റെ സ്കൂളിൽ ഈ പ്രാവശ്യം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിന് ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ. വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു ത്രിവർണ്ണ പതാകയുടെ ഒരു സ്റ്റോള് പോലെ ഇട്ടിട്ടുള്ള ഡാൻസാണ് കളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ടീച്ചർ എനിക്ക് വീഡിയോ ഒക്കെ ആയിട്ട് അയച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓഫിൻ്റെ അന്നായിരുന്നു ഈ സാധനങ്ങളൊക്കെ ചെയ്യലൊക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞിലൊക്കെ നമ്മൾ ആഘോഷിച്ച അത്രയൊന്നും സ്വാതന്ത്ര്യദിനം ഇപ്പം ആഘോഷിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ചിലയിടത്ത് നല്ലതായിട്ട് ആഘോഷങ്ങളുണ്ട് താനും. അങ്ങനെ ഞങ്ങൾ തയ്ച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും സമയമായിട്ടോ ട്യൂഷന് പോകാനായിട്ട്. അപ്പം നമ്മുടെ തയ്ച്ച് കൊടുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ബാഗൊക്കെ എടുത്ത് വേഗം ട്യൂഷന് പോകാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് കേട്ടോ ട്യൂഷന് കൊണ്ടാക്കുന്നത്. ഞാൻ മിക്ക ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മച്ചിയോ അല്ലെങ്കിൽ അനിയനോ അല്ലെങ്കിൽ അപ്പച്ചനോ ആരെങ്കിലുമൊക്കെ ആയിട്ടാണ് മിനുവിനെ ട്യൂഷന് കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും കേട്ടോ. അപ്പം ഞാനിന്ന് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കൊണ്ടാക്കുന്ന സമയം നടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ നടന്നു. അങ്ങനെ ഇന്ന് നടന്നപ്പോഴാണ് ഒരു പുതിയ കാഴ്ച കാണുന്നത്. പുതിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ അങ്ങനെ ഒരു കാഴ്ച എനിക്ക് ഉണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ ആ വഴിക്കൊക്കെ പോണ സമയത്ത് ഒരു പാറമട അവിടെ ഉണ്ടായിരുന്നു, അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണുമ്പോൾ അതൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഏതാ സ്ഥലം എന്നിങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പാറമട കണ്ടത്. അത്ര ഉള്ളിലല്ല, അവിടെ വീടുകളൊക്കെയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഒരു ചെറിയൊരു പാറമടയുള്ളത്.
ആഴമൊക്കെ ഉണ്ട്. അവിടെ പണ്ട് മീൻ പിടിക്കാനും കുളിക്കാനും ഒക്കെ ആൾക്കാർ പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്നും പാറമട കാണാനായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ മീൻ പിടിക്കാനൊന്നായിട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ ചുറ്റും ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മളത് കാണുന്നില്ല. പിന്നെ നമ്മുടെ ടിറ്റു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും നമ്മുടെ കൂടെ മുമ്പിലും പിറകിലായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഒറ്റ ജീവികളെയും സമ്മതിക്കില്ല നമ്മുടെ അടുത്തേക്ക് തൊടാനോ ഒന്നിനും. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. അവിടെ കാണുന്നത് ഒരു പാറമടയാണ്. അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ആഴമൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴും ഭംഗിയുണ്ട്, പക്ഷേ അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ അവിടെ മടയൊന്നും പ്രവർത്തിക്കുന്നില്ല. മുൻപ് അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുഞ്ഞിലെ അത് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും ലോറികൾ, മറ്റേ കല്ല് കൊണ്ടുപോകുന്ന വണ്ടികളായിരുന്നു എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കുഞ്ഞായിരുന്നു. നമ്മളത് ഇങ്ങനെ പിന്നെ അതുപോലെ പൊക്ലീൻ, നമ്മൾ പൊക്ലീൻ എന്ന് പറയുക, JCB എന്നൊക്കെ ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത്. അതൊക്കെ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിൽക്കും. അതുപോലെ ആ വണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ വിളിച്ച് പറയും, ഇങ്ങനെ എൻ്റെ അനിയനൊക്കെ വിളിച്ച് പറയും പൊക്ലീൻ വരുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടൊരു കാലങ്ങളൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ കൂടെ പോയിപ്പോൾ. അങ്ങനെ നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് ഞാനും ടിറ്റൂസും തിരിച്ചു പോന്നു. മിന്നുവിനെ ട്യൂഷനൊക്കെ കൊണ്ടാക്കി തിരിച്ചു പോന്നു. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഈ ചേമ്പിൻ്റെ ഇലയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. മിന്നുവിനത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കളിക്കണം. അതാണ് ഇപ്പോഴത്തെ ഹോബി. അല്ലെങ്കിൽ അതിൽ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് കളിക്കുക. ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ രസങ്ങൾ. പിന്നെ ഈ മിന്നുവിൻ്റെ ഡാൻസിൻ്റെ വീഡിയോയും കൂടെ ഇതിലുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേയുടെ ആശംസകളും മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വീക്ഷണങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തണേ.